അങ്ങനെ പടം കണ്ടു. ക്ലാസ് പടം. വേറൊന്നും പറയാനില്ല. റിവ്യൂസൊക്കെ ഓൾറെഡി ഔട്ടാണ്. സോ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എങ്ങനെയാണ് പടം എന്നൊക്കെ. സോ എൻ്റെ ഒരു ചെറിയ ഒപ്പീനിയൻ കൂടി പറയാമെന്ന് ഞാൻ വിചാരിച്ചു. ബേസിക്കലി നമ്മൾ രാഹുൽ സദാശിവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു നൈസ് പടം. അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. സംഭവം എനിക്ക് ഭയങ്കര ഹൊററായിട്ട് തോന്നിയുമില്ല. അറ്റ് ദ സെയിം ടൈം പടം അവരെടുത്തേക്കുന്ന ക്വാളിറ്റിയാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തത് അങ്ങനെ തോന്നി. ഹൊറർ ഉണ്ട്, ഇല്ലെന്നല്ല. ദർ ആർ ഹൊറർ എലിമെൻറ്റ്സ്. പിന്നെ പക്ഷേ പടം ഓൾസോ ഗെറ്റ്സ് ഇൻ ടു ഇൻവെസ്റ്റിഗേറ്റീവ് ഒരു ത്രില്ലർ എലിമെൻറ്റ്സ് ഒക്കെ. സോ ദാറ്റ് വാസ് ഓൾസോ എ നൈസ് ചേഞ്ച്. പക്ഷേ അറ്റ് ദ സെയിം ടൈം പടത്തിൻ്റെ ഓവറോൾ ക്വാളിറ്റി, നമ്മൾ വിഷ്വൽസ് നോക്കിയാലും ഓഡിയോ നോക്കിയാലും ഈവൻ നമ്മളിങ്ങനെ ആ ഒരു ഡിറക്ഷൻ എങ്ങനെയാണ് ഓരോ സീൻസിനെ അവർ ഹാൻഡിൽ ചെയ്തത്, ഡിറക്ഷൻ്റെയും റൈറ്റിങ്ങിൻ്റെയൊക്കെയാണ്. സോ എവറി ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ലൈക്ക് റിയലി നൈസ്. പിന്നെ പെർഫോമൻസിലോട്ട് വരുമ്പോഴും ഓവർ ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, കുറച്ച് പേരൊക്കെ ഉള്ളൂ ആകെ നമുക്ക് കാണാനായിട്ട്. അത് ബേസിക്കലി ട്രെയിലേഴ്സിൽ കാണിച്ചേക്കുന്ന പോലെ തന്നെയുള്ള കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവരുടെ എല്ലാവരുടെയും പെർഫോമൻസും നൈസാണ്. ലൈക്ക് പടത്തിന് എന്താണോ ആവശ്യം അതെല്ലാവരെ കൊണ്ടും കറക്റ്റായിട്ട് ചെയ്ത് ആ ഒരു കറക്റ്റ് ഒരു എമാൽഗമേഷൻ എന്ന് പറയില്ല നമ്മൾ, അത് എല്ലാം ആപ്റ്റായിട്ട് വന്നേക്കണ ഒരു ആ ലെവലിൽ വന്നിട്ട് ക്വാളിറ്റി പടം. അതാണ് എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്തത്. എനിക്ക് ഈ സംഭവം നമ്മളിപ്പോൾ ഒരു രാഹുൽ സദാശിവൻ പ്രീവിയസ് മൂവീസായിട്ട് നമ്മൾ കമ്പയർ ചെയ്യേണ്ട എന്ന് എനിക്ക് പറയാൻ തോന്നുന്ന പോലത്തെ, കാരണം എല്ലാവരും ഡിഫറെൻറ്റ് അപ്രോച്ചാണ് പുള്ളി ട്രൈ ചെയ്തേക്കണമെന്ന് എനിക്ക് തോന്നിയേക്കണേ. സോ ഈവൻ ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യാൻ പിന്നെയും പറ്റുന്നത് ഭൂതകാലമായിട്ടാണ്. ബിക്കോസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് സിമിലർ സെറ്റിംഗ്. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു നോർമൽ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ ഒരു സെറ്റിങ്ങിലാണ് രണ്ടും ചെയ്തേക്കണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം രണ്ടിൻ്റെയും ട്രീറ്റ്മെൻറ്റ് വേറെ ടൈപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഓവറോൾ ഭയങ്കര അടിപൊളി ക്വാളിറ്റിയാണ് പടം. പക്ഷേ രാഹുൽ സദാശിവൻ ഈസ് ലൈക്ക് എക്സ്പെരിമെൻറ്റിങ് ഈച്ച് ടൈം. അതാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. പടത്തിൻ്റെ സ്റ്റോറിയൊക്കെ എടുത്ത് നോക്കാനാണെങ്കിൽ ഭയങ്കര സിമ്പിൾ സ്റ്റോറിയാണ്. ദർ ആർ ഇങ്ങനെ ട്രൂ ഇവൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളൊരു ലൈൻ ഉണ്ട് പടത്തിൽ. സോ ദർ ആർ ഇവൻറ്റ്സ് ഓർ ഇൻസിഡൻറ്റ്സ് വി ക്യാൻ കൈൻഡ് ഓഫ് സി, ഇത് മേ ബി നടന്ന പോലെ ആയിരിക്കും, അല്ലെങ്കിൽ ആൾക്കാർ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് കാണും എന്നുള്ളൊരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അതിനെല്ലാം ഭയങ്കര നൈസായിട്ടാണ് ഈ സ്റ്റോറിയിൽ വീവ് ചെയ്ത് വെച്ചേക്കണേ. സോ ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളി ആ സ്റ്റോറി സെറ്റ് ചെയ്ത്, എന്നാൽ ഞാൻ പറഞ്ഞ പോലെ സിമ്പിൾ സ്റ്റോറിയാണ്. പക്ഷേ ഇങ്ങനത്തെ സിമ്പിൾ സ്റ്റോറിയും ചെറിയ കുറച്ച് ഇൻസിഡൻസും മാത്രം വെച്ച് ബേസ് ചെയ്ത് പടം ചെയ്യുമ്പോൾ മേക്കിങ്ങിലാണ് പിടിക്കേണ്ടത്. അത് അടിപൊളിയാണ്. സോ അതിൽ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് വിഷ്വൽസ്, നമ്മൾ കാണുന്ന സംഭവങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ ഇത് ലൈക്ക് കറണ്ട് സെറ്റിങ്ങിലാണ്. നമ്മൾ കുറച്ചൊരു പോഷ് വീട് കാണുന്നു, അല്ലെങ്കിൽ കുറച്ച് സിറ്റി സ്കേപ്സ് ഒക്കെ കാണുന്നു, അങ്ങനത്തെ ഒരു സെറ്റപ്പേ ഉള്ളൂ. പക്ഷേ അത് പിന്നെ കുറച്ച് നാടൻ ഏരിയാസും കാണുന്നു. പക്ഷേ അത് ഭയങ്കര അടിപൊളി, നമ്മൾ കാണാത്ത തരത്തിലുള്ളൊരു വ്യൂസാണ് അവർ കാണിച്ചു തരുന്നത്. നമുക്ക് വിഷ്വൽസ് വേറൊരു ആംഗിൾസോ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വീട് നമ്മൾ ട്രെയിലേഴ്സിലൊക്കെ കാണുന്ന ആ വീടിനെ തന്നെ പല ആംഗിൾസിൽ നമുക്ക് ഏതൊക്കെ ആംഗിളിൽ വീടിനെ കാണാമെന്ന് ഭയങ്കര എക്സ്പെരിമെൻ്റ് ചെയ്ത് അവർ എടുത്ത പോലെ തോന്നി. അതിനകത്ത് ഓരോ സംഭവങ്ങൾ നടക്കുമ്പോഴും നമ്മൾ ആ വീടിൻ്റെ ഓരോ ഭാഗങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് പോവുകയാണ്. സോ ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തോളൂ എനിക്ക് തോന്നി വിഷ്വൽസ്. അറ്റ് ദ സെയിം ടൈം തന്നെയാണ് സൗണ്ട് ഡിസൈനും BGMഉം. പിന്നെ ഇതിൻ്റെ ഓവറോൾ മറ്റേ ഓഡിയോ ട്രീറ്റ്മെൻറ്റ്, ആംബിയൻസ് സെറ്റ് ചെയ്തേക്കുന്നതൊക്കെ വേറെ ലെവലാണ്. അത് ആ ഓഡിയോ ഹോൾ ടീം, അത് നമ്മളിപ്പോൾ BGMൽ വരുമ്പോഴാണെങ്കിലും, പിന്നെ ഈവൻ SFX ചെറിയ എഫക്ട്സ് വരുന്നതും, അല്ലെങ്കിൽ അറ്റ് സെയിം ടൈം നമ്മൾ പിന്നെ ഇങ്ങനെ ആംബിയൻസ് സെറ്റ് ചെയ്യാനായിട്ടുള്ള അവർ ചെയ്തേക്കണം കുറേ എലമെൻറ്റ്സ് ഇട്ട് കൊടുക്കുന്നതും, സൗണ്ട് ഡിസൈനൊക്കെ ഓവറോൾ ഒരു രക്ഷയില്ല. അവർ ടീം, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ മാത്രം എനിക്ക് എല്ലാവരെയും അറിയത്തുമില്ല. പക്ഷേ നാഷണൽ അവാർഡ് വിന്നറൊക്കെയാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈനൊക്കെ. സോ ഇറ്റ്സ് ലൈക്ക് വേറെ ലെവൽ വർക്ക്. അത് എനിക്കൊരു ചെറിയ പ്രശ്നം പറ്റിയത്, ഞങ്ങൾ പോയ തിയേറ്ററിൽ ഭയങ്കര വോളിയം അല്ല, ഭയങ്കര വോളിയം കൂടുതലായിരുന്നു. സോ അതുകൊണ്ട് പടം കഴിഞ്ഞിറങ്ങിയപ്പോഴേക്കും ചെവിക്കൊരു ചെറിയ മറ്റേ വിശ്രമം വേണ്ട അവസ്ഥയായിരുന്നു. പക്ഷേ ഓവറോൾ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേറെ ലെവൽ ഫീലായിരുന്നു. പിന്നെ പെർഫോമൻസിലോട്ട് വരുമ്പോൾ നമ്മൾ പ്രണവ് മോഹൻലാൽ അവിടെ ഉണ്ട്, പുള്ളീനെ നമുക്ക് പറയാം. പക്ഷേ അല്ലാതെ ബാക്കി എല്ലാവരും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. ഇതിനകത്തെ വേറൊരു മെയിൻ ക്യാരക്ടർ ജിബിൻ ഗോപിനാഥ് എന്ന് പറഞ്ഞ പുള്ളിയൊക്കെ ഭയങ്കര നൈസായിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമുക്കിങ്ങനെ, എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഈ പുള്ളീനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിലൂടെ എത്തുന്നതെന്നൊക്കെ. പക്ഷേ ഭയങ്കര ആപ്റ്റായിട്ട് ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൊരു ബ്രദർ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന അരുൺ അജികുമാർ എന്ന് പറഞ്ഞ പുള്ളീനെ നമുക്കറിയാം ഓൾറെഡി. ഞാൻ ഈ പേര് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലായി. എനിക്കും ആക്ച്വലി ആ പേര് പറയുമ്പോൾ പുള്ളീനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് പുള്ളീനെ അറിയാം, പടക്കളത്തിലൊക്കെ ഉണ്ട്. മച്ചാനും ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയും ഓവർ ലെങ്ത്തുള്ള ക്യാരക്ടറല്ല, പക്ഷേ ക്യാരക്ടേഴ്സ് ഇതുപോലെയാണ്. നമ്മൾ ഓവർ ലെങ്ത് ഒന്നുമില്ലെങ്കിലും അവർ വരുമ്പോഴത്തെ ഇമ്പാക്റ്റൊക്കെ ഭയങ്കര അടിപൊളിയാണ്. സോ ഇവരൊക്കെ ചെയ്തേക്കുന്നത് ഭയങ്കര അടിപൊളിയായിട്ട്. പിന്നെ പടത്തിൻ്റെ ആ ഒരു മൂഡ് സെറ്റ് ചെയ്യാനാണ് ഇവരെല്ലാവരും ആപ്റ്റായിട്ട് വന്നേക്കണേ. പടത്തിൽ നമ്മളൊരു പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു വിയേർഡ് ഇതിലായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഇതെന്താണ്, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോണത്, ഒരു സ്ലോ ബേൺ ഓഫ് ടൈപ്പ് ഓഫ് മോഡിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. സോ എന്താണ് സംഭവിക്കാൻ പോണത് നമുക്കൊരു ഐഡിയ ഇല്ലാത്ത പോലെ. പിന്നെ അതൊരു മൂഡ് സെറ്റ് ചെയ്യും.
ആ മൂഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാരക്ടേഴ്സ് വരുന്നതും ഓരോ പുതിയ ക്യാരക്ടേഴ്സ് വരുന്നതൊക്കെ ആ ഒരു മൂഡിനെ ഇങ്ങനെ എൻഹാൻസ് ചെയ്ത് കൊണ്ടുപോവാണ്. സോ അവരെല്ലാവരും ഭയങ്കര അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ലാതെ വരുന്ന ഞാൻ പറഞ്ഞല്ലോ എല്ലാ ക്യാരക്ടേഴ്സും ഭയങ്കര നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഓർഗാനിക് ആയിട്ടാണ് നമുക്ക് തോന്നണത് ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ അങ്ങനെ സംഭവിക്കാം. അങ്ങനെ ആ ഒരു ഭയങ്കര ഓർഗാനിക് ഫീൽ ഉണ്ട് എല്ലാ ക്യാരക്ടേഴ്സും അവർ ആ പെർഫോം ചെയ്തിരിക്കുന്നതും കൂടെ കാണുമ്പോൾ. പിന്നെ പ്രണവ് മോഹൻലാൽ എല്ലാവരും പറയുന്ന പോലെ തകർത്തു. ആ സംഭവം എനിക്ക് ബേസിക്കലി തോന്നുന്നു ആ ക്യാരക്ടറിന് പുള്ളി അത്രയും ആപ്റ്റ് ആയതുകൊണ്ട് പുള്ളീനെ സെലക്ട് ചെയ്ത പോലെയും എനിക്ക് തോന്നി. അത് അറ്റ് ദ സെയിം ടൈം ഞാൻ ഈ റീസെൻ്റ്ലി ഇപ്പോൾ ജസ്റ്റ് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. രാഹുൽ സദാശിവൻ പറയുന്നുണ്ടായിരുന്നു പ്രണവിനെ കണ്ടുകൊണ്ടാണ് ബേസിക്കലി ക്യാരക്ടർ കുറേയൊക്കെ അവർ ഡെവലപ്പ് ചെയ്തതെന്നൊക്കെ. സോ ഇറ്റ് കൈൻഡ് ഓഫ് മേക്സ് സെൻസ്. ബട്ട് ഈവൻ ഐ വുഡ് സേ ലൈക്ക് ഇഫ് വി ഹാഡ് എൻ ഈവൻ തോട്ട് ഓഫ് പ്രണവ്, ഈ ക്യാരക്ടർ ഇങ്ങനെയായിരുന്നെങ്കിൽ യു ക്യാൻ ഈസിലി പ്ലേസ് ഇറ്റ് ഓൺ ടു പ്രണവ്. അതേപോലത്തെ കുറേ മാനറിസംസോ അല്ലെങ്കിൽ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനത്തെ ബേസിക്കലി നമുക്ക് ആ ഒരു ഫേസ് തന്നെ എനിക്ക് ശരിക്കും തോന്നിയിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു ഫേസ് ഭയങ്കര ഈ ക്യാരക്ടറിന് ആപ്റ്റ്. അത് നമ്മൾ പടം കാണുമ്പോൾ പടത്തിൽ എന്ത് മൂഡാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐഡിയ കിട്ടും. പക്ഷേ അതൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക്. അതല്ലാതെയും പടത്തിൽ പെർഫോമൻസ് നോക്കിയാലും പുള്ളി ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറേ സീക്വൻസുകളൊക്കെ ഭയങ്കര അടിപൊളി നൈസ് സീനുകളുണ്ട്. ആൻഡ് ഓൾസോ ലൈക്ക് ഫുൾ ത്രൂ ഔട്ട് പടം പോകുന്നത് പുള്ളീനെ ബേസ് ചെയ്തിട്ടാണ്. സോ അത് പെർഫോം ചെയ്ത് ലെവൽ പിടിച്ചാലേ കൊണ്ടു കിടക്കാൻ പറ്റുള്ളൂ. അത് പുള്ളി ക്യാരി ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് പടത്തിൻ്റെ ഒരു ആംബിഗ്വിറ്റി ഉണ്ട്. അതായത് ഈ പടം കുറേ എക്സ്പ്ലനേഷൻസ് തരുന്നില്ല. അതൊരു കുറേ പേർക്ക് നെഗറ്റീവായിട്ട് തോന്നിയേക്കാം. പക്ഷേ എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് തോന്നിയത്. കാരണം ഇത് നമുക്കിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഓപ്ഷൻസ് ഇങ്ങനെ ഇട്ട് വെച്ചേക്കുന്ന പോലെ. അതിൻ്റെ ഫൺ എലമെൻ്റ് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ സസ്പെൻസ് ഉണ്ട്. അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അത് കുറച്ചും കൂടെ കഴിയുമ്പോൾ മൊത്തത്തിൽ പുറത്തു വരും. അത് അവർ ആ ഓപ്പൺ ആക്കിയിട്ടേക്കുന്നത് അത് ഇറ്റ് ആഡ്സ് ടു ദാറ്റ് ഫൺ എലമെൻറ്റ് വെനെവർ ദേ കൈൻഡ് ഓഫ് ലൈക്ക് ഷോ ഇറ്റ് അറ്റ് ദി എൻഡ്. സോ നമുക്ക് ഇപ്പോൾ കുറേ തിയറീസൊക്കെ ഉണ്ടാക്കാം എന്നുള്ളൊരു ഐഡിയോളജിയിലാണ് നമുക്കിപ്പോൾ ഇരിക്കുന്നത്. അത് കുറേ നമുക്കത് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതെന്താ എക്സ്പ്ലെയിൻ ചെയ്യാത്ത, ഇതെന്താ ലൂപ്പ് ഹോളാണോ, ഇതെന്താ പറയാത്ത, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അറ്റ് ദി എൻഡ് വാട്ട് ഐ ഫെൽറ്റ് ഈസ് മേക്കേഴ്സ് ആർ ലൈക്ക് യു ക്യാൻ കം അപ്പ് വിത്ത് യുവർ ഓൺ തിയറീസ്, എന്തൊക്കെയായിരിക്കും റീസണിങ് ആൻഡ് ഓൾ ദാറ്റ് യു ക്യാൻ കം അപ്പ് വിത്ത് ഇറ്റ്. ആ ഒരു ഐഡിയോളജിയിലാണ് എനിക്ക് തോന്നിയത്. സോ ഇഫ് ദാറ്റ് വാസ് ദെയർ ഇൻറ്റൻഷൻ ഐ എം ടോട്ടലി ഹാപ്പി വിത്ത് ഇറ്റ്. അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞ പോലെ ചിലവർക്ക് ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് തോന്നിയേക്കാം. ഇത് എക്സ്പ്ലെയിൻ ചെയ്തില്ലല്ലോ, ടു മെനി ലൂപ്പ് ഹോൾസ്, ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയത് മോശമായി പോയി എന്നുള്ളൊരു എലമെൻറ്റിൽ. പിന്നെ മ്യൂസിക് ആൻഡ് BGM ഞാൻ പറഞ്ഞപ്പോൾ ക്രിസ്റ്റോഫ് സേവിയർ പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ഈയിടെയായിട്ട് മച്ചാൻ്റെ കുറേ ഇൻഡിപെൻഡൻറ്റ് ട്രാക്സ് ഇറങ്ങിയായിരുന്നു. ആസ്പിരിനും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്ക് ടു ബാക്ക് കുറച്ച് ട്രാക്സ് ഒക്കെ ഇറങ്ങിയിട്ട് ഞാൻ അതൊക്കെ കിട്ടി ആ ഒരു മോഡിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ പടത്തിൻ്റെ മ്യൂസിക്കും കൂടെ വരുമ്പോൾ മച്ചാൻ ആ ഒരു റേഞ്ച് പിടിച്ച പോലെ എനിക്ക് അറിയത്തില്ല ആ മ്യൂസിക്കിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് ഇതിലോട്ട് വന്നാണോ അതോ ഈ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പുള്ളിക്ക് കുറേ ഇൻഫ്ലുവൻസ് വന്ന് ഇങ്ങനത്തെ സോങ്സ് വന്നാണോ എന്നൊരു ഐഡിയ ഇല്ല. പക്ഷേ നമുക്ക് ഐ ക്യാൻ കൈൻഡ് ഓഫ് സീ, ബട്ട് അറ്റ് ദ സെയിം ടൈം ഐ എം ജസ്റ്റ് എൻജോയിങ് ദിസ് ഫേസ് ഓഫ് ലൈക്ക് ഹിം എക്സ്പ്ലോറിങ് ഓൾ ദിസ് സ്റ്റഫ്. സോ ഈ പടത്തിലും നമ്മൾ BGM നോക്കിയാലും ഈവൻ അതിൻ്റെ ഒരു ട്രാക്ക് ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷേ അല്ലാതെയും കുറേ മറ്റേ ഓരോ ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോഴത്തെ മ്യൂസിക് ഇങ്ങനെ വരുന്നതും പിന്നെ ചില സമയത്ത് ഇങ്ങനെ ക്രസൻഡോ ആവുന്നതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. സോ ഓവറോൾ ഞാൻ പറയുകയാണെങ്കിൽ പടം ഒരു ജസ്റ്റ് ക്ലാസ് ക്വാളിറ്റി ഫിലിമാണ്. ഞാനൊരു ഭയങ്കര ഹൊറർ സംഭവമാണെന്നൊന്നും എനിക്ക് തോന്നിയില്ല പേഴ്സണലി. ഞാൻ പടം കണ്ടിട്ട് ഞാൻ അല്ലെങ്കിലും ഹൊറർ പടങ്ങൾ കാണുമ്പോൾ ഞാൻ പകുതി അധികം സീനുകൾ പേടിക്കാറില്ല. പക്ഷേ ഐ ഡു ഗെറ്റ് ജംപ് സ്കെയർസ് ആൻഡ് ഓൾ ദാറ്റ്. പക്ഷേ ഈ പടം അങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ല. അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഹൊറർ പടമായിട്ട് തോന്നിയില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് ലൈക്ക് സോ ഗുഡ് ടെക്നിക്കലി. സോ പടം നമ്മളിങ്ങനെ കണ്ടിരിക്കാൻ കമ്പൽ ചെയ്യുന്ന ടൈപ്പ് ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ആ ഒരു ക്വാളിറ്റിയും പടത്തിലെ സ്റ്റോറി ടെല്ലിങ്ങും ഭയങ്കര അടിപൊളിയാണ്. പിന്നെ അവസാനം ജസ്റ്റ് ഒന്ന് ഐഡിയ എന്ന് തോന്നി. ഇതിലെ വേറെ പെർഫോമൻസിനെ കുറിച്ച്, വേറെ ആൾക്കാരെ കുറിച്ചും പിന്നെ കുറേ എലമെൻസിനെ കുറിച്ചൊന്നും ഞാൻ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാത്തത്. കുറേ സസ്പെൻസ് സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. നമ്മളിങ്ങനെ എക്സൈറ്റഡ് ആണ് അതിനെക്കുറിച്ചൊക്കെ പറയാം. പക്ഷേ പറയാണ്ടിരിക്കണം, എന്നാലേ നമ്മൾ ഇങ്ങനെ ഇതിൽ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്പോയിൽ ചെയ്യാണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്നും പറയാത്തത്. പക്ഷേ ബേസിക്കലി ആസ് ഓഫ് നൗ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത്. ആൻഡ് പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അഭിപ്രായം നിങ്ങളും പറയുക. ഐ വിൽ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വൺ.